Okay, in last class we were discussed about Zener voltage regulator. Okay, we already discussed what is Zener diode, what is its peculiarities and all. And it is important that Zener diodes always working in reverse biased condition. Okay, normal if the Zener diode is works in a forward biased condition, then it will act like a normal diode. Okay, അപ്പോൾ അത് അവിടെ വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല, നോർമൽ ഡയോഡ് ആയിട്ട് ആക്ട് ചെയ്യും. ബട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? If we are connecting Zener diodes in reverse biased condition. Okay, reverse biased conditionൽ അതിന്റെ ബ്രേക്ക് ഡൗൺ റീജിയനിലുള്ള ആ ഒരു റീജിയൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി നമ്മൾ വാട്ട് ഈസ് Zener diode ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലൊന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ റിവേഴ്സ് ബയസ്ഡ് ക്യാരി ആണ്. Okay, during forward biased condition it acts like a normal diode. Okay, അവിടെ വേറെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമ്മൾ വോൾട്ടേജ് സപ്ലൈ ഫോർവേഡ് ബയസിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു ത്രഷോൾഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു നീ വാല്യൂ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ജംഗ്ഷൻ ബ്രേക്ക് ആവും, എന്നിട്ട് കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. ഓക്കെ, സോ അവിടെ നിന്നൊരു സഡൻ കറണ്ട് ഇൻക്രീസ് ഉണ്ടാവും. അത്ര വരെ ഉണ്ടാവുന്ന കറണ്ട് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ബിഫോർ ത്രഷോൾഡ് വോൾട്ടേജ് എന്താകും, അതിനുശേഷം മെജോറിറ്റി കാരിയേഴ്സിന്റെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. Okay, and reverse biased condition ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നോർമലി ഒരു ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ if the reverse biased voltage is more than that of the breakdown voltage, then the diode will be damaged. Okay, അപ്പൊ അതാണ് നോർമൽ കേസ്. ഡയോഡ് ഡാമേജ്ഡ് ആവും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് Zener diode അങ്ങനെയല്ല. Zener diode has a low breakdown voltage. Okay, Zener diode has low breakdown voltage. ഓക്കെ, സോ എന്താണ് ഇതിനെ നമ്മൾ റിവേഴ്സ് ബയസിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു ഒരു പെർട്ടിക്കുലർ വാല്യൂ. ഇപ്പൊ നോർമൽ ഡയോഡ്സിന്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 50 വോൾട്ട് ഒക്കെ ആണെങ്കിൽ Zener ഡയോഡിന് അതൊരു 2 വോൾട്ടില് 5 വോൾട്ടില് 15 വോൾട്ടില് 12 വോൾട്ടില് അതിലൊക്കെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ റിവേഴ്സ് ബയസ് വോൾട്ടേജ് തന്നെ അത് ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, സോ ആ ഒരു ഫീച്ചറാണ് നമ്മളിവിടെ യൂസ്ഫുൾ ആക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെറിയൊരു വോൾട്ടേജ് തന്നെ അത് ബ്രേക്ക് ഡൗൺ ആകുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന Zener diode ഈസ് ഫോർ 12 വോൾട്ട്. ഓക്കെ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 12 വോൾട്ട് ആണെങ്കിൽ ആ ഒരു റിവേഴ്സ് ബയസ്ഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വെൻ ഇറ്റ് റീച്ചസ് 12 വാട്ട് ഇറ്റ്സ് ജംഗ്ഷൻ ബ്രേക്സ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ദ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. ഓക്കെ, സോ ആ ഒരു വാല്യൂ 12 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ചെയ്തു, അവിടെ ഒരു ഹൈ റഷ്യൻ കറണ്ട് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ ഇൻക്രീസിങ് ഫർദർ ദ റിവേഴ്സ് ബയസ് വോൾട്ടേജ് മോർ ദാൻ 12 വോൾട്ട്, then the output voltage of the Zener will not increase. Okay, it is maintained at 12 volt itself. അതാണ് അതിന്റെ ഫീച്ചർ. നമ്മൾ ഇനി എത്ര റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവില്ല, ഇൻക്രീസ് ആവില്ല, അത് 12 വോൾട്ടിൽ ഫിക്സ് ആയിരിക്കും. ഓക്കെ, ബട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ഒരു കർവ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അവിടെ നമുക്ക് ഇപ്പൊ നോർമൽ ഡയോഡ്സ് ആണെങ്കിൽ കറണ്ട് വാല്യൂ ഹൈ വാല്യൂലേക്ക് ഇൻക്രീസ് ചെയ്താൽ ആ ഡയോഡ് എന്ത് ചെയ്യും, ഡാമേജ്ഡ് ആയി പോകും. ഓക്കെ, ബട്ട് Zener ഡയോഡിന് ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ട് വാല്യൂ കുറവായിരിക്കും. ഓക്കെ, അവിടെ ലോ കറണ്ട് വാല്യൂ ഉണ്ടാകുള്ളൂ. സോ ആ Zener ഡയോഡ് ബ്രേക്ക് ആവില്ല, ഡാമേജ് ആവില്ല. ഓക്കെ, നമുക്ക് അതിനെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് നമ്മൾ ഈ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഈ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് ഇതിനെ യൂസ്ഫുൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എന്താ, ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് എബോ 12 വോൾട്ട് ആയാലും അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും റിമൈൻസ് 12 വോൾട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് കറണ്ട് മേ ഇൻക്രീസ്, കറണ്ടിൽ ഇൻക്രീസ് ഉണ്ടാകും, ബട്ട് ആ കറണ്ട് വാല്യൂ കുറവാണ്. സോ ആ ഡയോഡിന് ഡാമേജ് പറ്റില്ല. പിന്നെ ഈ ഇൻക്രീസ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, Zener ഡയോഡിന് മുന്നേ ഒരു സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്യും. അത് നമ്മൾ ഇന്നലെ സർക്യൂട്ടിൽ പറഞ്ഞതാണ്, അത് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ ആ കറണ്ട് വാല്യൂ അത്ര ഒരു ഹൈ വാല്യൂലേക്ക് ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് Zener ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ Zener ഡയോഡിന്റെ ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലുള്ള ഈ ഒരു ഫീച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ആക്കുന്നത്. അല്ലെ, ആ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, Zener ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വിൽ ബി ഗിവൺ ടു എ ഫിൽട്ടർ സർക്യൂട്ട്, ആൻഡ് ദെൻ ഫിൽട്ടർ സർക്യൂട്ട് എന്താണ്, ഇവിടെ ഒരു കപ്പാസിറ്റി ഫിൽട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. എ കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. ഓക്കെ,
Then capacitor കഴിഞ്ഞു നേരെ ലോഡിലേക്ക് കൊടുക്കാതെ we are connecting a Zener diode in reverse biased mode. Okay, reverse biased രീതിയിലാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. That is അതിന്റെ P side is connected to the positive terminal and N side is connected to the N side is connected to the positive terminal and P side is connected to the negative terminal. Okay, and before connecting the Zener diode, we are connecting a series resistor. Okay, capacitor output direct ആയിട്ട് ജനറിലേക്ക് കൊടുക്കില്ല. Before that, we are connecting a series resistance. Okay, എന്തിനാണ് ഈ series resistance കണക്ട് ചെയ്യുന്നത്? ഈ Zener diode കൂടെ ഇത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ഹൈ ഇൻട്രസ്റ്റ് കറന്റ് ഉണ്ടാകും when it reaches the reverse breakdown voltage. Okay, അപ്പൊ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. Okay, then output of the Zener diode is given to the RL, which means a load. Okay, നമ്മൾ output of the Zener diode ആണ് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന Zener diode ഏതാണോ, നമുക്ക് ഡിഫറെന്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജസിൽ Zener diodes അവൈലബിൾ ആണ്. ഓക്കെ, 12 വോൾട്ട്, 15 വോൾട്ട്, 5 വോൾട്ട്, അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഏത് വാല്യൂ ഉള്ള Zener diode ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പൊ നമ്മൾ 12 വോൾട്ട് ഉള്ള ഒരു Zener diode ആണെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വിൽ ബി 12 ആയിരിക്കും, ആൻഡ് ഓൾസോ ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾസോ 12 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 12 വോൾട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. Okay, if there is any changes in the input of or any changes in the load current may not affect the output voltage of the Zener diode. Okay, ഒരു ചേഞ്ചും ഇതിനെ എഫക്ട് ചെയ്യില്ല. ഇതാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, ദെൻ അതിലൊരു ചെറിയൊരു ടേം ഉള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ടതാണ്. ഓക്കെ, ഈ Zener diode നമ്മൾ പറഞ്ഞു നോർമലി റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിവേഴ്സ് ബാസ്ഡ് കണ്ടീഷനിലാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. സോ ആ ഒരു റീജിയനിൽ there are two breakdown, Zener breakdown and Avalanche breakdown. Okay, and what is Zener breakdown? This type of breakdown occurs for a reverse bias voltage between 2 to 8 volt. Okay, 2 to 8 volt വരെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ ആണ് റിവേഴ്സ് Zener breakdown എന്ന് പറയുന്നത്. Okay, even at a low voltage, the electric field intensity is strong enough to exert a force. The valence electrons of the atoms is that they are separated from the nuclei. Okay, and this type of breakdown occurs normally for highly doped diodes with a low breakdown voltage and a larger electric field. Okay, അപ്പൊ Zener diodes എന്താണ് ഹൈലി ഡോപ്ഡ് ലോ വോൾട്ടേജ് ഉള്ള ഡയോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കേസിൽ നോർമലി ഒക്കർ ചെയ്യുന്നത് Zener breakdown ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ തന്നെ, ചെറിയൊരു റിവേഴ്സ് ബാസ്ഡ് വോൾട്ടേജ് കൊടുത്താൽ തന്നെ, ദാറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 2 to 8 വോൾട്ട്. ഓക്കെ, അത്ര അപ്ലൈ ചെയ്താൽ തന്നെ അവിടെയുള്ള ന്യൂക്ലിയസ് ഒക്കെ സെപ്പറേറ്റ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ബാലൻസ് ഇലക്ട്രോൺസ് ഒക്കെ ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആവുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ദേ ആർ ഫ്രീ ടു മൂവ്, അല്ലെ, ഫ്രീ ടു മൂവ്, അത് മൂവ് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. Okay, as the temperature increases, the valence electrons gain more energy to disrupt from the covalent bond, and less amount of external voltage is required. Okay, thus Zener breakdown voltage decreases with the temperature. അതാണ് അപ്പൊ നമ്മൾ എന്താണ്, ഇത് ഹൈലി ഡോപ്ഡ് ആണ്, ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജേ വേണ്ടുള്ളൂ. സോ ഹൈലി ഡോപ്ഡ് ആണെങ്കിൽ അവിടെ ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊടുക്കുമ്പോൾ തന്നെ എന്താവുന്നു, അതിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ ന്യൂക്ലിയിൽ അത് സെപ്പറേറ്റഡ് ആയി പോകും. സോ അത് ഫ്രീ ടു മൂവ് ആവും. ഫ്രീ ടു മൂവ് ഇലക്ട്രോൺസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുകയാണെങ്കിൽ എന്താണ്, ഈ വാലൻസ് ബോൺസിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, ആൻഡ് അത് മുന്നേ ഉള്ളതിനെക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യും, അത് ആ ഒരു ബോണ്ടിന് ബ്രേക്ക് ചെയ്ത് വരും. ഓക്കെ, കുറെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മോർ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. സോ അതിന്റെ കണ്ടക്ഷൻ കൂടും. സോ എക്സ്റ്റേണലി ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്താൽ തന്നെ അവിടെ ആ ഒരു ജംഗ്ഷൻ ബ്രേക്ക് നടക്കും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് ചെറിയൊരു വാല്യൂലേക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, Zener ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ്സ് നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് അവിടെ വേണ്ട. നമുക്കിവിടെ Zener diode as voltage regulator ആ ഒരു പോയിന്റേ വേണ്ടുള്ളൂ. Okay, and then what is avalanche breakdown? This type of breakdown occurs at reverse biased voltage above 8 volt and higher. Above 8 volt and higher ലാണെങ്കിൽ അത് avalanche breakdown ആണ്. Okay, it occurs for lightly doped diodes with a large breakdown voltage. Okay, ഇത് നോർമലി ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ്സിലാണ് സംഭവിക്കുന്നത്, അതിന് ലാർജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ ലൈറ്റ്ലി ഡോപ്ഡ്. റിവേഴ്സ് ബയസ് വോൾട്ടേജ് മാത്രം പോരാ,
അതിനൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ചെറിയ വാല്യൂ വോൾട്ടേജിലൊന്നും അത് ബ്രേക്ക് ഡൗൺ ആവില്ല, ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാകില്ല. നമ്മൾ കുറച്ച് കൂടുതൽ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ അതിന്റെ ആ ഒരു ജംഗ്ഷൻ ബ്രേക്ക് ആവുള്ളൂ, അപ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ആസ് ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് flow across the device. Okay, they tend to collide with the electrons in the covalent bond and cause the covalent bond to disrupt. Okay, അപ്പം ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള കേസിൽ എന്താണ്, നമ്മൾ ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൊടുക്കുന്നവരെ ഉണ്ടാവുന്ന കറണ്ട് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ നമ്പറിൽ കുറവായിരിക്കും, സോ കറണ്ട് ഫ്ലോയും കുറവായിരിക്കും. നമ്മൾ അതിന് എക്സ്റ്റേണലി കുറച്ച് കൂടുതൽ വോൾട്ടേജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ, എന്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസിലാണെങ്കിൽ എന്താണ്, ഡയോഡ്സ് വിത്ത് ഹൈ ഡോപ്പിംഗ് ലെവൽ ആൻഡ് ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഡയോഡ്സ് വിത്ത് ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് വെരി ലാർജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഓക്കെ, സോ Zener diode as a voltage regulator, clear അല്ലേ? നമുക്ക് പോയിന്റ്സ് ഒന്ന് നോക്കാം. In a DC circuit, Zener diode can be used as a voltage regulator or to provide a voltage reference. Okay, the main use of Zener diodes lies in the fact that the voltage across a Zener diode remains constant for a larger change in current. Yeah, that's an important point. The output of the Zener diode remains as constant, or output voltage of the Zener diode remains constant for a very large change in current. കറണ്ടിൽ വെരി ലാർജ് ചേഞ്ച് ഉണ്ടായാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. Okay, and this makes it possible to use as a Zener diode as a constant voltage device or a voltage regulator. Okay, in any power supply circuit, a regulator is used to provide a constant output voltage. Okay, but നമ്മൾ എല്ലാ പവർ സപ്ലൈ സർക്യൂട്ട്സിലും എന്ത് ചെയ്യും, വി ആർ യൂസിങ് വോൾട്ടേജ് Zener വോൾട്ടേജ് റെഗുലേറ്റർ ടു പ്രൊവൈഡ് an output constant output voltage. Okay, അപ്പം ഇതാണ് Zener വോൾട്ടേജ് റെഗുലേറ്റർ. അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്, to maintain a constant output voltage which is irrespective of the changes in input voltage or load current. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിൽ എന്ത് വേരിയേഷൻസ് വന്നാലും അതുപോലെ തന്നെ ലോഡ് കറണ്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും അതൊന്നും ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതൊന്നും എഫക്ട് ചെയ്യാൻ പാടില്ല. അത് എഫക്ട് ചെയ്യാതെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, ഇൻ അവർ സിലബസ് വി ആർ സ്റ്റഡിങ് Zener വോൾട്ടേജ് റെഗുലേറ്റർ. Okay, is it clear? Is it clear? Okay ആണോ? Hello, can you hear me? Okay. സോ ഈ PPT ഞാൻ ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. ഈ മൊഡ്യൂൾ 5th മൊഡ്യൂൾ അപ് ടു ദിസ് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് ലോജിക്ക് വെച്ച് എളുപ്പത്തിൽ പഠിക്കാവുന്ന ടേംസ് ആണ്, വേഗം പഠിച്ചെടുക്കാവുന്ന ഒരു മൊഡ്യൂളാണിത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് Zener voltage regulator. Then our next topic in our syllabus, that is block diagram of a public address system. Okay, block diagram of a public address system. Okay, what is a public address system? What do you people think of a public address system? ആരെങ്കിലും address system നിങ്ങൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? Abhinav, can you hear me? നിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം?
ഓക്കെ, നന്ദന. ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, എനി വൺ ക്യാൻ ആൻസർ. നിങ്ങളൊരു കോൺസെപ്റ്റ് എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം? ഓക്കെ, നിങ്ങൾക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം ആണോ പബ്ലിക് അഡ്രസ് സിസ്റ്റം? ഗോകുൽ? യെസ് മാം. ഓക്കെ, നിന്റെ ഒരു ഐഡിയ മൈക്രോഫോൺ എന്താണ്? പോലെയായിരിക്കാം. യെസ്, പറഞ്ഞോളൂ. മൈക്രോഫോൺ. ഓക്കെ, അത് വെച്ച് എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഒരു സ്പീക്ക് ചെയ്യുന്ന ഡിവൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, സിമിലർ ആയിട്ട് വരുന്നു. ഓക്കെ ഓക്കെ, ഗുഡ്. സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് മാത്രമല്ല, പബ്ലിക് അഡ്രസ് സിസ്റ്റം മീൻസ് എന്താണ്? ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്രൗഡ്, ഓക്കെ, വലിയൊരു ക്രൗഡിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, വിച്ച് ഇൻക്ലൂഡ്സ് മൈക്ക്, ദെൻ ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ ഒക്കെയുള്ള ഒരു കമ്പൈൻഡ് സിസ്റ്റത്തിനെയാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, എന്തെങ്കിലും ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു ലാർജ് ക്രൗഡ് ഉണ്ടാവും. അതിൽ സ്റ്റേജിൽ ഇപ്പൊ കുറച്ച് ആൾക്കാർ പെർഫോമിങ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ പെർഫോമിങ് ചെയ്യുകയാണെങ്കിൽ അവര് അവിടെ ഇപ്പം മൈക്കിൽ പറയുകയാണെങ്കിൽ ആ മൈക്ക് തൊട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ലൗഡ് സ്പീക്കർ വഴി കേൾക്കുന്നു. അത്രയുള്ള ആ സിസ്റ്റമാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ ടൈമിലൊക്കെ സൗണ്ട് ബോക്സ് വെഹിക്കിളിൽ പോകും അല്ലെ, വെഹിക്കിളിൽ ഇങ്ങനെ ഓരോ എന്താ പറയാ, ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകും. അപ്പൊ അതൊക്കെ എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും മ്യൂസിക് ഷോ അങ്ങനെ എന്തൊക്കെ വരും, അതൊക്കെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ആണ്. ഓക്കെ, അവിടെയൊക്കെ എന്താണ് നമ്മൾ ഇപ്പം സംസാരിക്കുന്ന വോയിസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ അത്, ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് വരുന്ന സൗണ്ട് ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഈ മൈക്രോഫോൺ വെച്ച് ക്യാപ്ചർ ചെയ്തു, ദെൻ അത് ആംപ്ലിഫൈ ചെയ്തു, ദെൻ ത്രൂ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും, ഒരു നല്ല സൗണ്ടിൽ ഓഡിയൻസിലേക്ക് എത്തിക്കും. ഓക്കെ, അതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം അല്ലേ. ഇപ്പൊ നോർമലി നമ്മൾ ടോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ മാക്സിമം ഒരു 60 to 70, ഓക്കെ, അത്ര ഒരു പീപ്പിളിനോടെ നമുക്ക് ഡയറക്റ്റ് ടോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു ക്ലാസ് റൂമിന്റെ കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 70 സ്റ്റുഡൻസിന്റെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സിന് നമുക്ക് മുന്നിൽ വന്ന് അത്രയും ഒരു 70 സ്റ്റുഡൻസിനൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് അധിക നേരം അതേ സൗണ്ട് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ മോർ ദാൻ 70-80 ഒക്കെ പീപ്പിൾ വരികയാണെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാ പീപ്പിളിനും ഓഡിബിൾ ആകില്ല അല്ലെ. അപ്പൊ അവിടെ മൈക്ക്, ലൗഡ് സ്പീക്കർ അതിന്റെയൊക്കെ ആവശ്യം വരും. അപ്പൊ അതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ പബ്ലിക് അഡ്രസ് സിസ്റ്റം? എ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഇസ് എനിത്തിങ് ദാറ്റ് ആംപ്ലിഫൈസ് സൗണ്ട് സോ മോർ പീപ്പിൾ ക്യാൻ ഹിയർ ഇറ്റ്. അതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, and here we can see the block diagram of a public address system, or sometimes it is called a PA system. Okay, it's also called a PA system. In sometimes in your question paper they may ask, draw the block diagram of a PA system and explain. Okay, so adandana which is equivalent to public address system. Okay, PA system അല്ലെങ്കിൽ public address system. So this is our block diagram, and there are mainly 6 blocks the other. Okay, the first one is microphone, then preamplifier, then mixer, then graphic equalizer, then power amplifier, and finally loudspeaker. Okay, this is the block diagram of a public address system or PA system. Okay, the first one is the microphone. Okay, microphone എല്ലാവർക്കും familiar ആണ്. എന്താണ് microphone, or what is the purpose of microphone? അറിയുന്ന ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? എന്താണ് മൈക്രോഫോൺ, ഓർ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ മൈക്രോഫോൺ? ഓക്കെ, മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് കേട്ടിട്ടില്ലേ? മൈക്ക് എന്താ ചെയ്യുന്നത്? ഓക്കെ, രജത് ഓഡിബിൾ ആണോ? മൈക്കിൽ എന്താ ചെയ്യുന്നത്? എന്താ അവിടെ
നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, സൗണ്ട് ഇൻപുട്ട്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. നമ്മൾ സൗണ്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്. സോ മൈക്രോഫോണിൽ സൗണ്ട് ഇൻപുട്ട് കൊടുത്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓർ അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? Just audible ആണ്. Okay, sound. Yes, that's right. Sound wave to electrical signals. Okay, so microphone or mics are transducers. Okay, used to convert sound signals into electrical signals. അതാണ് മൈക്രോഫോൺ. ഓക്കെ, നമ്മളിപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ മൈക്രോഫോൺ ആണ് നമ്മൾ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നത് അല്ലേ. ഓരോ മൈക്കിൽ അതിൻ്റെ അകത്ത് തന്നെ ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ബട്ട് നമ്മളൊരു വലിയൊരു ഓഡിയൻസിനൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി എന്താണ്, മൈക്ക് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ട്രാൻസ്ഡ്യൂസർ ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സൗണ്ട് സിഗ്നൽസ് കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ, അതാണ് മൈക്രോഫോൺ ചെയ്യുന്നത്. ദെൻ അതിനെ ആംപ്ലിഫൈ ചെയ്യാനൊക്കെ വേണ്ടി വേറെ വേറെ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഫൈനലി ലൗഡ് സ്പീക്കർ ത്രൂ ഈ ആംപ്ലിഫൈഡ് ചെയ്ത സൗണ്ട് ഔട്ട്സൈഡിലേക്ക് വരും. ഓക്കെ, അപ്പൊ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രാൻസ്ഡ്യൂസർ which converts energy from one phone to another. Okay, normally microphones എന്താണ്, input will be sound signals. So sound signals input ആയിട്ട് വരിക, that sound signal is converted into corresponding electrical signal. Okay, for that purpose we are using microphone. Okay, അപ്പോൾ മൈക്രോഫോണിന്റെ ഒരു വർക്കിംഗ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ മൈക്രോഫോൺ ഇതുപോലെ ഒരു 2 മാഗ്നറ്റ്സ് ഉണ്ടാവും. നോർത്ത് ആൻഡ് സൗത്ത് പോൾസിന്റെ 2 മാഗ്നറ്റ്സ് ഉണ്ടാവും, പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാവും. ദെൻ ഒരു ഡയഫ്രം ഉണ്ടാവും. ഓക്കെ, ഡയഫ്രം ഉണ്ടാവും ആൻഡ് ദിസ് ഡയഫ്രം ഈസ് കണക്റ്റഡ് ടു എ മൂവിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഈ ഡയഫ്രം ഇതുപോലൊരു മൂവിംഗ് അറേഞ്ച്മെന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഇത് കോയിൽസ് ആർ വൗണ്ട് ഓൺ ദിസ് മൂവിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഈ മൂവിംഗ് അറേഞ്ച്മെന്റിൽ കോയിൽസ് വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോയിലിന് 2 എൻഡ്സ് ഉണ്ടാവും. ഓക്കെ, 2 എൻഡ്സ് ഇതുപോലെ ഉണ്ടാവും. So this is the construction. Okay, ഒരു മൈക്രോഫോണിന്റെ സിമ്പിൾ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇതാണ്. There can be 2 permanent magnets, north and south pole. Then ഒരു diaphragm ഉണ്ടാകും, and diaphragm is connected to a moving arrangement and a coil is wound on the moving arrangement, and there is 2 terminals taken outside. Okay, so normally what happens is that when we are talking, the vibrations or sound waves are fall on the diaphragm. ഓക്കെ, നമുക്ക് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ എന്താ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് വേവ്സ് എന്താ വൈബ്രേഷൻസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്ത് മുന്നിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സംസാരിക്കുന്ന ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു സൗണ്ട്, അത് നമ്മൾ എന്ത് കാര്യമാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ച് ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, ഈ മൈക്രോഫോണിലുള്ള ഡയഫ്രത്തിലേക്കാണ് വരുന്നത്. നമ്മൾ നേരെ മൈക്രോഫോണിലെ ഡയഫ്രത്തിലേക്കാണ് ആ ഒരു സൗണ്ട് വേവ്സ് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, നമ്മൾ പറയുന്ന സൗണ്ടിന്റെ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഡയഫ്രം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, 2 ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ നോക്കിയേ, ഇവിടെ എന്താണുള്ളത്? ദർ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ്, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ കണ്ടക്ടർ അല്ലെ, കോയിൽ ഇൻ ദ സെൻസ് ദർ ഇസ് എ കണ്ടക്ടർ. ഓക്കെ, ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് മൂവ് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദർ? അവിടെ എന്ത് സംഭവിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, കണ്ടക്ടർ ആ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. ദെൻ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചതാണ്, പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചു, ഒന്നുകിൽ കണ്ടക്ടർ മൂവ് ചെയ്യാം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യാം. ദർ ഷുഡ് ബി എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതുണ്ടായാൽ മതി. യെസ്, ഫ്ലക്സ് കട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഫ്ലക്സ് കട്ട് ചെയ്യും ഇൻ ദ സെൻസ് an EMF is induced in the conductor അല്ലേ. അപ്പം when we are making a relative motion between the magnetic field and a conductor, an EMF is induced in the conductor. ഓക്കെ, അതെന്താണ്, എന്ത് ലോ ആണിത്?
ഇതെന്ത് ലോ ആണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചതല്ലേ? നമുക്ക് ഈ ഒരു സിലബസിലും അതൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പറയാം. നമ്മൾ ഓൾറെഡി പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതാണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? യെസ്. സോ when there is a relative motion between magnetic field and a conductor, okay, then an EMF is induced in the conductor. Okay, according to Faraday's law of electromagnetic induction. So ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആണ്, കണ്ടക്ടർ ഈസ് മൂവിങ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യും? ഫ്ലക്സ് കട്ട് ചെയ്യും, ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യും, ദാറ്റ് ഈസ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. സോ an EMF is induced in the conductor. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കണ്ടക്ടറിനെ സ്റ്റേഷനറി ആക്കി വെക്കാം. ഓക്കെ, ഈ ഡയഫ്രം ഈസ് കണക്റ്റഡ് ടു എ മാഗ്നറ്റ്. ഓക്കെ, എൻ്റെ ഇവിടെയുള്ള മാഗ്നറ്റിന്റെ പ്ലേസിൽ കോയിൽസ് ആകാം, കോയിൽസ് ഉള്ള സ്ഥലത്ത് മാഗ്നറ്റ് ആകാം. അങ്ങനെയാണെങ്കിലും സെയിം എഫക്റ്റ് ആണ് കണ്ടക്ടറിൽ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ഡയഫ്രം മൂവ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അവിടെ ഫ്ലക്സ് കട്ട് ഉണ്ടാകുന്നത്, ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകുന്നത്. സോ അതിനനുസരിച്ചുള്ള EMF എന്ത് ചെയ്യും? കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ വാട്ട് ഹാപ്പൻ ഹിയർ ഈസ് ദാറ്റ് the sound signal is directly converted into corresponding electrical signal. ഓക്കെ, നമ്മൾ പറയുന്ന സൗണ്ട് സിഗ്നൽ അനുസരിച്ച് അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? മൈക്രോഫോണിൽ എന്താണ് സംഭവിക്കുന്നത് ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ നമുക്ക് സിഗ്നൽസ് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കിട്ടി. സോ മൈക്രോഫോൺ എന്താണ്? ഇറ്റ്സ് എ ട്രാൻസ്ഡ്യൂസർ യൂസ് ടു കൺവേർട്ട് സൗണ്ട് സിഗ്നൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് ഈസ് എ പ്രീ ആംപ്ലിഫയർ. ഓക്കെ, ഇവിടെ പ്രീ ആംപ്ലിഫയറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, the output of the microphone always will be in a low range. Okay, because നമ്മൾ കൊടുക്കുന്ന സൗണ്ട്സ് മാറ്റിയാൽ അതൊരു വലിയ ലോ, ഒരു ചെറിയ ലോ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് മില്ലി വോൾട്ട് ആൻഡ് മില്ലി ആംപിയർ. ഓക്കെ, ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവും. വെരി സ്മോൾ വാല്യൂ ആയിരിക്കും. സോ അങ്ങനെ ഒരു സ്മോൾ, പിന്നെ ഫർദർ പ്രോസസ്സിംഗിലേക്ക് അത് പോകണമെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ആണ് അല്ലേ? ആ ഒരു ചെറിയ വാല്യൂവിനെ വെച്ച് നമുക്ക് ആ ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റില്ല. സോ അവിടെ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂട്ടാൻ, അതിന്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ലെവൽ ഇൻക്രീസ് ചെയ്യിക്കാനാണ് നമ്മളിവിടെ പ്രീ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രീ ആംപ്ലിഫയേഴ്സ് യൂസ് ടു ഇൻക്രീസ് ദ ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് കറണ്ട് ഫ്രം ദി മൈക്രോഫോൺ. ഓക്കെ, അപ്പം മൈക്രോഫോണിന് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെരി ലോ സ്ട്രെങ്ത് ആയിരിക്കും. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് പ്രീ ആംപ്ലിഫയർ ഹിയർ. Okay, that is pre-amplifier. And then next comes mixer. Okay, next comes the mixer circuit. And what is the purpose of a mixer here is, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു മ്യൂസിക് ഷോ ആണ്. ഒരു മ്യൂസിക് ഷോയിലാണെങ്കിൽ എന്താണ്? മ്യൂസിഷ്യൻ പാടുന്നത് മൈക്കിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഓരോ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും വരുന്ന സൗണ്ടും ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതെല്ലാം ഒന്നിച്ച് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് ലൗഡ് സ്പീക്കറിൽ കൂടെ കേൾക്കണം. എല്ലാം സെപ്പറേറ്റ് അല്ല കേൾക്കുന്നത് അല്ലെ? എല്ലാം കൂടി ഒന്നിച്ചാണ് കേൾക്കുന്നത്. അവിടെ ഡിഫറെന്റ് മ്യൂസിക് സോഴ്സസ് ഉണ്ടാവും അല്ലെ? പല സ്ഥലത്തു നിന്നുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. പിന്നെ ഈ ഒരു മ്യൂസിഷ്യൻ പാടുന്നത് അതുണ്ടാവും. അപ്പം എല്ലാം കൂടി ഒന്നിച്ച് ക്യാപ്ചർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ലൗഡ് സ്പീക്കർ ത്രൂ നമുക്ക് കേൾക്കണം. അപ്പൊ അതിനാണ് മിക്സർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മിക്സർ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻപുട്സ് അത് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, കുറെ മൈക്രോഫോൺസ് ഉണ്ടാകാം. ഒരു പബ്ലിക്കേറ്റർ സിസ്റ്റത്തിൽ ഒറ്റൊരു മൈക്രോഫോൺ മാത്രമല്ല, ഡിഫറെന്റ് മൈക്രോഫോൺസ് ഉണ്ടാകാം. ഓക്കെ, അതിന്റെ ഒക്കെ ഇൻപുട്ട് എന്ത് ചെയ്യും? ഈ മിക്സർ ആണ് ഒന്നിച്ച് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, അപ്പൊ മൈക്രോഫോൺസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു പ്രീ ആംപ്ലിഫയർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറെ ഇൻപുട്ട് ഇതുപോലെ വരുന്നതൊക്കെ മിക്സറിലേക്കാണ് കൊടുക്കുക. അപ്പൊ മിക്സറിൽ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ്. അത് ഓരോ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിനനുസരിച്ച് ഇൻപുട്ട് വരും. ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി എ സിംഗിൾ സിഗ്നൽ. ഓക്കെ, ഇൻപുട്ട് ആയിട്ട് ഡിഫറെന്റ് signals വരും from different microphone and different musical instruments and all, and output of the mixer will be a single signal. ഓക്കെ, അപ്പൊ മിക്സറിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻപുട്സ് ക്യാപ്ചർ ചെയ്തിട്ട് അതിനെയൊക്കെ കൺവേർട്ട് ചെയ്തൊരു സിംഗിൾ സിഗ്നൽ ആക്കും. ഓക്കെ, അതാണ് മിക്സർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേറെ എന്തെങ്കിലും ഒരു ഷോയില് ആരെങ്കിലും ഓക്കെ സ്പീച്ച് ചെയ്യുന്നുണ്ട്, മൈക്ക് യൂസ് ചെയ്തിട്ട് സ്പീച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു
വീഡിയോ കൂടി പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ സൗണ്ടും കൂടി ക്യാപ്ചർ ചെയ്യണം അല്ലെ. ഇനി അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും ഉണ്ട്, ആ മ്യൂസിക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ മ്യൂസിക്കിന്റെ സൗണ്ടും കൂടി ക്യാപ്ചർ ചെയ്യണം. അപ്പൊ അവിടേക്ക് എന്താണ് ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ് വന്നു അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്തു കൺവേർട്ട് ചെയ്തു, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി പ്രീ ആംപ്ലിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, മിക്സറിലേക്കാണ് കൊടുക്കുക. അപ്പൊ മിക്സറിന് ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ടാവും. ആ ഇൻപുട്സിനൊക്കെ അത് കൺവേർട്ട് ചെയ്തൊരു സിംഗിൾ ഔട്ട്പുട്ട് ആക്കി മാറ്റും. അതാണ് മിക്സറിന്റെ പർപ്പസ്. ഓക്കെ, ദെൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക് ഇക്വലൈസറിലേക്ക് കൊടുക്കും. ഓക്കെ, അതാണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിക് ഇക്വലൈസർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഡിഫറെന്റ് ഫ്രീക്വൻസി കോമ്പണൻസിന് അത് ബാലൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മിക്സറിന് വരുന്ന ഇൻപുട്ടിന് എന്ത് ചെയ്യും, ഗ്രാഫിക് ഇക്വലൈസറിലേക്ക് കൊടുക്കും. അവിടെ അതിന്റെ ഫ്രീക്വൻസി ബാൻഡ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് അത് കുറച്ചുകൂടി ഒന്ന് അക്യുറേറ്റ് ആക്കി ഓരോ ഫ്രീക്വൻസി ബാൻഡ്സിലുള്ള സിഗ്നൽസ് സെപ്പറേറ്റ് ആക്കി ഒക്കെ വെക്കും. അതാണ് ഗ്രാഫിക് ഇക്വലൈസർ ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഡിഫറെന്റ് ഓഡിയോ സിഗ്നൽസ് കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്കത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല അല്ലെ. കുറെ ഇൻപുട്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും സൗണ്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ചെയ്തു ഡിഫറെന്റ് ഫ്രീക്വൻസിയിൽ അതിനെ ബാലൻസ് ചെയ്തു ഓരോ ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ടും നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു പേഴ്സൺ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഗ്രാഫിക് ഇക്വലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ പവർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആൻഡ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് പവർ ആംപ്ലിഫയർ? പവർ ആംപ്ലിഫയർ മീൻസ് നമ്മൾ ഇവിടെ നിന്നൊക്കെ വരുന്ന സിഗ്നൽസ് ഒക്കെ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ കൂടി ആ സിഗ്നൽസിന് ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യിക്കേണ്ട കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യിക്കണമെങ്കിൽ അത് കുറച്ചുകൂടി അതിന്റെ പവർ ഇൻക്രീസ് ചെയ്യണം. പവർ ഇൻക്രീസ് ചെയ്യുന്ന മീൻസ് പവർ എന്താണ്, വി ഇൻറ്റു ഐ, അതിന്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കണം. അതിനാണ് പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇതുപോലെ പ്രോസസ്സിംഗ് ചെയ്ത് കിട്ടിയ സിഗ്നൽസിനെ ഫർദർ അതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. Okay, so finally it is given to power amplifier and its strength, signal strength increases, then it is given to the loudspeaker. Okay, finally loudspeaker-ലേക്ക് കൊടുക്കും. ഇപ്പൊ എന്തായിരിക്കും ലൗഡ് സ്പീക്കർ, എന്തായിരിക്കും അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്തായിരിക്കും? മൈക്രോഫോൺ പഠിച്ചവർക്ക് നമുക്ക് ലൗഡ് സ്പീക്കർ പറയാൻ പറ്റും. എന്തായിരിക്കും ലൗഡ് സ്പീക്കറിന്റെ പർപ്പസ്? ലൗഡ് സ്പീക്കർ എന്താണ് ചെയ്യുന്നത്? Microphone എന്താണ്? It is a transducer used to convert sound signals into electrical signal. Okay, and ഈ ഒരു further processing ലൊക്കെ electrical signals ആണ് ഉണ്ടാകുക. Finally, it is amplified using power amplifier and it is given to a loudspeaker. Okay, and what happens in a loudspeaker? Answer me. Yes, good. Here, electrical signals is converted into sound signals. അല്ലെ, ലൗഡ് സ്പീക്കർ എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് സൗണ്ട് സിഗ്നൽസ് ആക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആംപ്ലിഫൈഡ് ആയിരിക്കും. നമ്മൾ മൈക്രോഫോണിന്റെ ഔട്ട്പുട്ട് പോലെയല്ല, അതൊരു ലോ സ്ട്രെങ്ത്തുള്ള സിഗ്നൽ ആണെങ്കിൽ ലൗഡ് സ്പീക്കറിലേക്ക് എത്തുമ്പോൾ അതൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഹൈ സ്ട്രെങ്ത് സിഗ്നൽ ആയി മാറിയിട്ടുണ്ടാവും. അതിനെ എന്ത് ചെയ്യും, അവിടെ നിന്ന് കറസ്പോണ്ടിങ് സൗണ്ട് സിഗ്നൽ ആക്കിയിട്ട് ലൗഡ് സ്പീക്കർ മാറ്റും. ഓക്കെ, ഇവിടെ സെയിം കൺസെപ്ഷൻ തന്നെയാണ് വരുന്നത്. എന്താണ് ഇത് ഉണ്ടാവും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് നേരെ എന്ത് ചെയ്യും, ഈ കോയിൽസിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ കോയിലിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുവാണ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, നോർത്ത് ടു സൗത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഓക്കെ, അപ്പം കോയിൽസിലേക്ക് കണ്ടക്ടറിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ദാറ്റ് ആക്ട് ലൈക്ക് എ മാഗ്നറ്റ് അല്ലെ, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. കോയിലിൽ നിന്ന് നമ്മൾ കറണ്ട് ഫ്ലോ കൊടുക്കുകയാണെങ്കിൽ അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നോർമലി അവിടെ ഒരു നോർത്ത് സൗത്ത് മാഗ്നറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴാണ് ആ ഒരു കോയിലിലേക്ക് കറണ്ട് വരുന്നത്, ഈ പവർ ആംപ്ലിഫയറിന് അവിടത്തേക്ക് കറണ്ട് വരുന്നത്, അപ്പോഴവിടെ എന്ത് ചെയ്യും, ആ കോയിലും ആക്ട്സ് ലൈക്ക് മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ സോ അവിടെ വന്നു. അപ്പൊ നോർമലി നമുക്കറിയാം മാഗ്നറ്റ്സ് രണ്ടും സെയിം പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. നമ്മൾ സിഗ്നൽസ് കോയിലും ടു മാഗ്നറ്റ്സ് വരുന്നത് കൊണ്ട് അവിടെ റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ ഒരു ഫോഴ്സ് മൂവ്സ്. ഓക്കെ, ആ ഫോഴ്സിനനുസരിച്ച്
എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ആ മൂവ്മെന്റിനനുസരിച്ച് ഔട്ട്പുട്ടിൽ സൗണ്ട് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. Okay, so this is all about public address system. This is an important question repeated ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. So each block നോക്കുക. First block microphone, then graphic equalizer, then power amplifier, and then finally loudspeaker. Okay, ആ 6 blocks നോക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൈക്രോഫോൺ എടുത്ത് എഴുതുക, അതിന്റെ പോയിന്റ് എഴുതുക, പ്രീ ആംപ്ലിഫയർ എടുത്ത് എഴുതുക, അതിന്റെ പോയിന്റ് എഴുതുക, അങ്ങനെ ഈച്ച് പോയിന്റ്സ് പറയാം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആ പോയിന്റുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം? അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.